കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റി ഡിക്ലെയറിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. സുഹൃത്തുക്കളാണ് ഞങ്ങൾ, പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വിസിബിലിറ്റി കാണിക്കുന്ന പ്ലേസുകളിലൊന്നും തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ വ്യക്തികളെ കാണാറില്ല പൊതുവെ. പല കാര്യങ്ങളും ഇത് കുഞ്ഞിൻ്റെ ക്രൈസിസുകളിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ പോയി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ കൃത്യമായി വിസിബിലിറ്റിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൈഡും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മീഡിയയിലൂടെയൊക്കെ അറിയിക്കുന്നത്. പക്ഷേ വരാറില്ല, വന്നിട്ടില്ല അല്ലേ. ജാസി സംസാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ജാസി പേഴ്സണലി എൻ്റെ സുഹൃത്താണ്, എനിക്കൊരു യോജിപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഒരു മീഡിയ ഫിലിമുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ക്ലാരിറ്റി, വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഫാമിലി ജാസി ആഷിയുടെ എന്നൊരു വിഷയത്തിൽ ഉമ്മയുമായിട്ടുള്ള വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരാളെ ഉമ്മ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ ജാസി തന്നെ അത് ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു വിരോധാഭാസം ആയി. അത് കേരളത്തിൽ ഒന്നടങ്കമുള്ള എല്ലാ ട്രാൻസ് മനുഷ്യരും ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഫാമിലിയായിട്ട് എബ്രോഡുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ നിലവിൽ അത് പലയിടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടു. ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളെ നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, പല സ്റ്റേറ്റ്മെന്റുകളും ഈ പറഞ്ഞ ജാസി ആഷി ആണെങ്കിൽ പോലും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എങ്കിൽ പോലും കമ്മ്യൂണിറ്റിക്ക് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള അവയർനെസ് ഇല്ലാതെ പടച്ചു വിടുന്ന ഉത്തരങ്ങൾ അതൊട്ടും ഡൈജസ്റ്റബിൾ അല്ല. അത് പല മനുഷ്യരെയും എസ്പെഷ്യലി ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള വ്യക്തികളെ അത് ബാധിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക, കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കും മീഡിയാസിൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരം, അതിനുള്ളൊരു സത്യമായിട്ട് അറിവ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മീഡിയ സംസാരത്തൊക്കെ ചോദിക്കും, ഓരോന്ന് പൊട്ടത്തിനും കിട്ടാൻ വേണ്ടി ഓരോന്ന് ചോദിക്കും, അത് കിട്ടുമ്പോൾ നിങ്ങളും ഹാപ്പിയാകും, പിന്നെ എയറിലും കയറും. അത് ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ജാസി പറയുന്ന കാര്യങ്ങൾ ജാസിയുടെ വളരെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ജാസിയുടെ മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അത് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതുമായ ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായിട്ട് ഒരുപാട് അത് ആ രീതിയിൽ പബ്ലിക് ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു അവയർനെസ് മാത്രമേ ഉള്ളൂ. ജാസിയുടെ നിരന്തരം ഞാൻ കറക്റ്റ് ചെയ്ത് പറയാറുണ്ട്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നുള്ളത്. ഒരുപാട് തവണ പറഞ്ഞിട്ടും പിന്നെയും അത് ആവർത്തിക്കപ്പെടുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ.